ഞാൻ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഞാൻ ക്രിസ്തുവിനോട് മരിച്ചെന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 6:4 സ്നാനത്തിൽ അവനോടൊപ്പം കുഴിച്ചിടപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അത് യേശു എന്നോട് സംസാരിക്കുകയാണ്, പൗലോസല്ല. അത് സുവിശേഷ ഭാഗങ്ങളിൽ യേശു പറയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കാരണം അന്ന് അവർക്കത് മനസ്സിലാകില്ലായിരുന്നു. ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിന് പറയാൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന്, യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിലും എല്ലാ ദിവസവും നമ്മളെപ്പോലെ തന്നെ യേശു പരീക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് സുവിശേഷ ഭാഗങ്ങളിൽ എഴുതാതിരുന്നത്? പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായൊരു സത്യമാണത്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ അത് എഴുതാതിരുന്നത്? കാരണം അവർക്കത് മനസ്സിലാവുമായിരുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും പുറമേയുള്ള കാര്യങ്ങൾ കേന്ദ്രീകൃതമായിരുന്നു. അതിൻ്റെ തെളിവിതാണ്, 3.5 വർഷം അവർ യേശുക്രിസ്തുവിനോടുകൂടെ നടന്നതിന് ശേഷവും ആ അന്ത്യ അത്താഴത്തിൽ അവരെന്താണ് ചർച്ച ചെയ്യുന്നത്? അവർ ചർച്ച ചെയ്തത്, നമ്മുടെ നേതാവ് മരിക്കാൻ പോവുകയാണ്, ആരായിരിക്കണം അടുത്ത നേതാവ്? നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവർക്ക് അതിനെക്കുറിച്ചല്ലായിരുന്നു സങ്കടം. അവർ ചർച്ച ചെയ്ത്, ഇനി ആരായിരിക്കും ഇതിൻ്റെ നേതാവ്? എല്ലാവരും അവരുടെ ഇടയിൽ വലിയവൻ ആരാണെന്നുള്ള ചർച്ചയായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, യേശുവിനോടുകൂടെ 3.5 കൊല്ലം നടന്ന ശേഷവും ഇപ്പോഴും അവർ തമ്മിൽ വാദിക്കുന്നത് ആരാണ് വലിയവനെന്നുള്ള കാര്യമാണ്. ഞാനവരെ ചെറുതായി കാണുന്നില്ല. നീയും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ നീയും അതുപോലെ തന്നെ ആയിരുന്നേനും. പരിശുദ്ധാത്മാവാണ് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഇന്നും ക്രിസ്ത്യാനികൾ തങ്ങളെയും മറ്റുള്ളവരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത്? എപ്പോഴും അവർ ചിന്തിക്കും, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. എന്നിട്ടത് തെളിയിക്കാൻ ശ്രമിക്കുന്നു. നിന്നേക്കാളും മെച്ചമായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാളേക്കാൾ മെച്ചമായിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയാം. കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നു. അവരും അന്ത്യ അത്താഴത്തിലിരുന്ന ആ ശിഷ്യന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം? പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഒരു വ്യത്യാസവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചു കഴിയുമ്പോൾ അത് വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. സ്വർഗം താണിറങ്ങി വന്നല്ലോ എന്നുള്ള ആ പാട്ട് നമ്മൾ പാടി. ഞാൻ വിശ്വസിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ അതാണ് സംഭവിച്ചത്. ആ സ്വർഗത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിലേക്ക് താണിറക്കിക്കൊണ്ടുവന്നു. പിന്നെ അവരൊരിക്കലും തമ്മിൽ വാദിച്ചില്ല ആരാണ് നേതാവെന്നുള്ള കാര്യം. മറ്റൊരാൾ ആ നേതാവാകുന്നതിൽ അവർ സന്തോഷിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഈ ഉപദേശം ആളുകളുടെ ഇടയിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് പിശാച് ശ്രമിക്കുന്നത്. ഈ ക്രിസ്തീയ ലോകത്തിൽ ഇത്രമാത്രം മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു ഉപദേശവുമില്ല. അവരതിൻ്റെ പേരിൽ അനേക ജാലവിദ്യകൾ കാണിക്കുന്നു, അനേക തരത്തിലുള്ള തട്ടിപ്പ്, എന്നിട്ട് അതിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു. എല്ലാം പുറമേയുള്ള കാര്യമാണ്. അത് അന്യഭാഷ പറയുന്നതോ, നിലത്ത് കിടന്ന് ഉരുളുന്നതോ, കാലിട്ടടിക്കുന്നതോ, നിലവിളിക്കുന്നതോ, ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം പുറമേയുള്ളതാണ്. എവിടെയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഞാൻ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞെന്ന്? എൻ്റെ ഉള്ളിലൊരു വലിയ വ്യത്യാസമുണ്ടായി. എൻ്റെ ഉള്ളിലുള്ള ആ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഉള്ളിലുള്ള അസൂയയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഉള്ളിലുള്ള ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. മറ്റുള്ളവരോടുള്ള എൻ്റെ മോശം മനോഭാവത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ക്ഷമിക്കാത്ത മനോഭാവത്തിൽ നിന്ന്. നീ വളരെ ഭാരപ്പെട്ടാലായിരിക്കും ആരോടെങ്കിലും ക്ഷമിക്കുന്നു. അതിന് കാരണം നീ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സ്വർഗത്തിലുള്ളവർ വളരെ പ്രയാസപ്പെട്ടാണ് ആരോടെങ്കിലും ക്ഷമിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആ സ്വർഗ്ഗസ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 3 നാം വായിച്ചത് ഈ വെല്ലുവിളിയാണ്. നിങ്ങൾ ഉയരത്തിലുള്ളതായിരിക്കണം അന്വേഷിക്കേണ്ടത്. ഞാൻ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ദൈവവചനം ഒരു കാര്യത്തിനാണ് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കവിടെ എങ്ങനെ എത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. ശരി, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. കൊലോസ്യർ 3:2 അതാണല്ലോ നാം ഇപ്പോൾ വായിച്ചത്. ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലുള്ള കാര്യത്തിലായിരിക്കണം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല. കർത്താവേ, ശരി, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ചില ആളുകൾ ഇതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാറില്ല. അവർ പറയും, ശരി, അവർ ശ്രമിക്കും. അത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾ പാപത്തിൻ്റെ ക്ഷമ നേടാൻ ആഗ്രഹിക്കുന്ന പോലാണ്. അതുകൊണ്ടത് കിട്ടില്ല. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ഞാൻ വായിച്ചപ്പം ഞാനതിനെപ്പറ്റി ചിന്തിച്ചു.
നിങ്ങൾ ഈ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളത് വായിക്കുന്നെങ്കിൽ, ഇത് യേശുവിൻ്റെ വാക്കുകളാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ അവിടുന്ന് ചിലത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് മത്തായി 5:20 വായിക്കാം. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, കവിയുക എന്നാണ് അവിടെ പറയുന്നത്. പരീശന്മാരുടെ ആ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നമുക്കവിടെ നിർത്താം. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഇത്? പരീശന്മാർക്ക് പുറമേ ഉള്ള വളരെ ഉയർന്ന ഒരു നീതി ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചു, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, അവരുടെ എല്ലാ വരുമാനത്തിനും 10% അവർ കൊടുത്തു. നിങ്ങളുടെ നീതി അതിനെ കവിയണമെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കർത്താവ് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇതിൻ്റെ ഒരു വിവരണമാണ് തുടർന്ന് ഗിരിപ്രഭാഷണം മുഴുവനും യേശു പറയുന്നത്. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. അവൻ പറയുന്ന പരീശന്മാർക്ക് പഴയ നിയമപ്രകാരമുള്ള ഒരു നീതിയുണ്ട്. നിങ്ങൾക്ക് അതിനെ കവിയുന്ന ഒരു നീതി ഉണ്ടായിരിക്കണം. അതാണ് പുതിയ നിയമത്തിൻ്റെ നീതി. അങ്ങനെയാണ് പരീശന്മാരുടെ നീതിയെ കവിയുന്ന നീതി നമുക്ക് പ്രാപിക്കാൻ കഴിയും. അവൻ അതേപ്പറ്റിയാണ് വിവരിക്കുന്നത്. ഉദാഹരണത്തിന് പരീശന്മാരുടെ നീതി 21-ാം വാക്യത്തിൽ കുല ചെയ്യരുത്. പുതിയ നിയമത്തിൻ്റെ നീതി ആന്തരികമായ കൊലപാതകമാണ്. കോപിക്കരുത്. 22-ാം വാക്യം. പഴയ നിയമത്തിലെ നീതി എന്ന് പറഞ്ഞാൽ പുറമെ വ്യഭിചാരം ചെയ്യരുത്. 27-ാമത്തെ വാക്യം. പുതിയ നിയമത്തിലെ നീതി എന്ന് പറഞ്ഞാൽ 28-ാമത്തെ വാക്യം. ആന്തരികമായി നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. യേശു ഇവിടെ വിവരിക്കുകയാണ് നിങ്ങളുടെ നീതി എങ്ങനെ പരീശന്മാരുടെ നീതിയെ കവിയാൻ കഴിയും. പരീശന്മാരുടെ നീതി അത് പുറമേ ഉള്ളതായിരുന്നു, നിങ്ങളുടേത് ഉള്ളിൽ നിന്നായിരിക്കണം. പിന്നെയും പഴയ നിയമത്തിലെ നീതി 33-ാമത്തെ വാക്യം. നീ ഒരു സത്യം ചെയ്യുമ്പം നീ സത്യമേ പറയാവൂ. പുറമേയുള്ള കാര്യം, നീ ദൈവവചനത്തിൽ കൈവയ്ക്കുന്നു, ഞാൻ സത്യം പറയുന്നെന്ന് പറയുന്നു. യേശു പറഞ്ഞു, നീ ഒരു കാര്യം ഊവെന്ന് പറഞ്ഞാൽ അത് ഊവായിരിക്കണം. നീ ഒരു ദൈവവചനത്തെ കൈവച്ചുകൊണ്ട് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. ആന്തരികമായി നീ ഒരു സത്യമുള്ള ഒരാളായിരിക്കണം. ഇതുപോലെ തന്നെ പഴയ നിയമത്തിലെ നിയമം ഇതായിരുന്നു, നിന്റെ അയൽവക്കത്തുകാരൻ നിന്നെ അടിച്ച് നിന്റെ ഒരു കണ്ണ് പോയാൽ അവൻ്റെ കണ്ണും എടുക്കുക. അതിൻ്റെ അർത്ഥം 2 കണ്ണും എടുക്കരുത്, ഒരു കണ്ണേ എടുക്കാവൂ. പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, ഒരുവൻ്റെ ഒരു കണ്ണെടുത്താൽ അവൻ മറ്റവൻ്റെ മറ്റേ കണ്ണും എടുക്കും. എന്നാൽ യേശു പറഞ്ഞു, അല്ല, പുതിയ നിയമത്തിൽ നീ അവനോട് ക്ഷമിക്കണം. പിന്നെയും തുടർന്ന് 6-ാം അധ്യായത്തിൽ പറയുകയാണ്, പഴയ നിയമത്തിൽ ഊന്നൽ പ്രാർത്ഥനയ്ക്കായിരുന്നു, പുതിയ നിയമത്തിൽ ഊന്നൽ നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നാണ്. നീ എത്ര പ്രാർത്ഥിക്കുന്നു എന്നല്ല, എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നും ഞാൻ കാണുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലാണ് ഊന്നൽ. 2 മണിക്കൂറാണോ 3 മണിക്കൂറാണോ? യേശു അതിനൊരിക്കലും ഊന്നൽ കൊടുത്തില്ല. എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത്. അത് രഹസ്യത്തിലാണോ, ദൈവം കാണാൻ വേണ്ടി, അതോ മറ്റുള്ളവർ കേൾക്കാനാണോ നീ പ്രാർത്ഥിക്കുന്നത്? അതിനാണ് ഊന്നൽ. അതെപ്പോഴും അകത്തെ ജീവിതത്തിനാണ്, പുറമേയുള്ള കാര്യത്തിലല്ല. എങ്കിലും ഒത്തിരി ആളുകൾ ഇത്ര സമയം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. അല്ലെങ്കിൽ ഉപവസിക്കുന്നത്, എത്ര ദിവസം നീ ഉപവസിച്ചെന്നല്ല, എന്നാൽ അത് രഹസ്യമാണോ, ആളുകളെ കാണിക്കാനല്ല. അല്ലെങ്കിൽ പണം കൊടുക്കുന്നത്, മത്തായി 6 ഇതെല്ലാം കാണുന്നുണ്ട്. എത്ര നിങ്ങൾ കൊടുത്തെന്നല്ല, അത് രഹസ്യത്തിലാണോ, ദൈവത്തിന് മുമ്പാകെയാണോ? ഇത് എത്ര ഉയർന്ന ഒരു നിലവാരമാണ്. ഉദാഹരണത്തിന് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുന്ന 24-ാം വാക്യം പറയുന്നു, വിചാരപ്പെടരുത്. ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എത്രയോ ഉയർന്ന ഒരു നിലവാരം. ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പം, ശരി കർത്താവ്, എനിക്ക് മനസ്സിലായി പരീശന്മാരുടെ നീതിയേക്കാൾ ഞങ്ങളുടെ നീതി എങ്ങനെ ഉയർന്നിരിക്കണമെന്ന്. അത് ഭൗമികമല്ല, സ്വർഗീയമാണ്. ഈ ഗിരിപ്രഭാഷണം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ, എങ്ങനെ എനിക്കിത് നിവർത്തിക്കാൻ കഴിയും? അനേകരും ഈ ചോദ്യം ചോദിക്കാറില്ല. അവരിത് വായിക്കും, എന്നിട്ട് പറയും ഇതൊന്നും സാധ്യമല്ല, ഇത് വിട്ടിട്ട് നമുക്ക് അടുത്ത അധ്യായം വായിക്കാം. എന്നാൽ പരമാർത്ഥതയുള്ളൊരു ക്രിസ്ത്യാനി, അവൻ പറയും, കർത്താവെ നീ ഇത് അർത്ഥമാക്കി പറയണം. എങ്ങനെയാണ് കർത്താവെ എനിക്കിത് സാധ്യമാകുന്നത്? അതിൻ്റെ ഉത്തരവ് ഇവിടുണ്ട്. മത്തായി 7:7. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മുട്ടുവീൻ, എന്നാൽ തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് യാചിക്കുകയും മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യണം ഈ ജീവിതത്തിനായി. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് അവൻ തരും.